ഒരു സമ്മിശ്ര കർഷകനാണ് ശ്രീ ചാക്കോ ജേക്കബ് മാന്നാക്കുഴിയിൽ. കാട്ടുപന്നികൾ, എലിശല്യം കൂടാതെ കാലാവസ്ഥാ വ്യതിയാനവും ഇവയൊക്കെ അതിജീവിച്ച് കൃഷി ചെയ്യുന്ന പത്തനംതിട്ട റാന്നി ഐരൂർ സ്വദേശിയായ ശ്രീ ചാക്കോ ജേക്കബിന്റെ കാർഷികാനുഭവങ്ങൾ ഇന്ന് കേൾക്കാം. ശ്രീ ചാക്കോ ജേക്കബുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. ചാക്കോ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം. നന്ദി. താങ്കളൊരു NRI ആയിരുന്നു, ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തിരിച്ചു വന്ന് കാർഷിക മേഖലയിലോട്ട് ഇപ്പം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? ഞാൻ 21 കൊല്ലം കുവൈറ്റിലുണ്ടായിരുന്നു. IT മേഖലയിലായിരുന്നു. വിപ്രോ പോലുള്ള മേജർ കമ്പനിയിൽ കുവൈറ്റ് പോലുള്ള രാജ്യത്തെ ഞാൻ കൺട്രി ഹെഡായിട്ട് നിന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള പല കമ്പനികളുടെയും സീനിയർ പോസ്റ്റിൽ ബിസിനസ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. കൊറോണയുടെ സമയത്ത് എൻ്റെ പിതാവിൻ്റെ മരണശേഷം 2018 എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും IT പോവാതെ കൃഷിയിലോട്ട് എങ്ങനെയാണ് വന്നത്? നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലെല്ലാം കാട് കയറും. അപ്പോൾ ഈ കാട് കളയുന്ന കൂട്ടത്തിൽ എന്തായാലും അതിൻ്റെ കൂടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു. അപ്പം കൂടുതൽ കാട് കയറാതെ എന്നാൽ നമുക്ക് തിരിച്ചൊരു റിട്ടേണും കിട്ടത്തക്ക വിധത്തിൽ നിന്നുള്ള ചിന്തയിലാണ് കൃഷിയിലോട്ട് മെയിനായിട്ട് കടന്നത്. ആദ്യം അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് റബ്ബർ ഉണ്ടായിരുന്നു, ഇപ്പം വെട്ടിക്കളഞ്ഞു. പിന്നെ അല്ലാതെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. കവുങ്ങ് പുതിയതായിട്ട് ഞാൻ വെച്ചതാണ്, അല്ലാതെ തെങ്ങായിരുന്നു കൂടുതലും. പിന്നെ കുറച്ച് വാഴയെന്ന് പറഞ്ഞാൽ ഏത്തവാഴ, അങ്ങനെ പല ടൈപ്പിലുള്ള വാഴകൾ, അങ്ങനെ പല ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് തെങ്ങുണ്ടായിരുന്നു അല്ലേ? തെങ്ങുണ്ടായിരുന്നു. പിന്നെ തെങ്ങിന് കൂടുതൽ വിളവ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പരിപാലിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം തെങ്ങിനായാലും ഏത് വൃക്ഷത്തിനായാലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ പരിപാലിച്ചാലേ അത് തിരിച്ച് നൽകത്തുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു നിലയിൽ ഞാൻ ജൈവകൃഷി ആയിട്ട് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാസവളം ഇട്ടാൽ പോലും ഇതിൻ്റെ വേര് വലിച്ചെടുക്കാൻ പറ്റത്തില്ലാത്ത പുളിപ്പായി മണ്ണിന്. അപ്പം ആദ്യം കുമ്മായിട്ട് പെട്ടെന്ന് ഇത് ചെയ്തു. പക്ഷേങ്കിൽ അതിൻ്റെ തൊട്ട് പുറകെയായിട്ട് എല്ലാ 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് എല്ലാ തെങ്ങിൻ്റെയും ചോട്ടിൽ ജീവാമൃതം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഒഴിച്ചു. അതൊന്ന്. 2, മണ്ണിര കമ്പോസ്റ്റ്, എനിക്ക് പിറ്റുണ്ട്, ആ പിറ്റിൽ തന്നെ ഉണ്ടാക്കി അത് കൊടുക്കുന്നുണ്ടിരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു 2.5-3 കൊല്ലമായപ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസം തെങ്ങിലുണ്ടായി. ഇന്ന് ഒരു 40 തേങ്ങ കയറി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പോയാലും ഒരു 750-800 തേങ്ങ മേളിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കണക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഇപ്പോൾ എനിക്ക് തേങ്ങ പിരിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാർ, നമ്മുടെ മണ്ണിനെ ആദ്യം ജീവനുള്ള മണ്ണാക്കി മാറ്റി അതിൽ നിന്ന് വിളവ് നമുക്ക് നല്ലപോലെ കിട്ടാൻ തുടങ്ങി. ഈ ജീവാമൃതം ഇതൊക്കെ സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടി എവിടുന്നെങ്കിലും ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു? അതൊരു നോളജ് എവിടുന്നായിരുന്നു ഇതിനെ പറ്റി കിട്ടിയത്? ഒന്ന്, പത്തനംതിട്ടയിലെ KVK, അത് വലിയൊരു ഹെൽപ്പാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിഭവനിലെ കൃഷി ഓഫീസർമാർ എടുത്തു പറയാനായിട്ട് കുറച്ച് പേരുകളുണ്ട്. അവർ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാർ, ഈ ജീവാമൃതത്തെക്കുറിച്ചൊന്ന് പറയാം. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരുടെ ഒരു രീതി വ്യത്യസ്തമൊക്കെയാണ്. സാർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനകത്ത് ചാണകം വേണം. നാടൻ പശു, വെച്ചൂർ പശു എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ പശുവിൻ്റെ ചാണകമാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലാത്ത പക്ഷം സാധാരണ പശുവിൻ്റെ ആയാലും കുഴപ്പമില്ല. 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 2 പിടി രാസവളം ചേരാത്ത മണ്ണ്, പിന്നെ കടലമാവോ അല്ലെങ്കിൽ ഏതെങ്കിലും മാവ്, പിന്നെ ശർക്കര. കടലമാവ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 കിലോയ്ക്ക്, ശർക്കരയും 2 കിലോ. ഇതിൻ്റെ അളവ് 200 ലിറ്ററിന് വേണ്ടിയിട്ടാണ്. 200 ലിറ്റർ ജീവാമൃതത്തിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇത് ഇത്രയും മിക്സ് ചെയ്യുക, ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ച് ബാക്കി വെള്ളം നിറച്ച് 200 ലിറ്റർ ആക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരേ സൈഡിലോട്ട്, ഒന്നീ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ ഇളക്കുക. ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പുളിക്കും. പുളിച്ചു കഴിഞ്ഞാൽ ജീവാമൃതമായി. ഒരാഴ്ചക്കകം എത്രയും പെട്ടെന്ന് ഒഴിച്ചു തീർക്കാമോ അത്രയും നല്ലതാണ്. എങ്ങനെയാണ് ഒഴിക്കുന്നത്? ഡയറക്റ്റ് അപ്ലൈ ചെയ്യുവാണോ? അല്ല, നമ്മളിപ്പം തെങ്ങിനാണെങ്കിൽ 1 ലിറ്ററിന് 4 ലിറ്റർ വെള്ളം മിക്സ് ചെയ്യുക, അതിൻ്റെ തടത്തിലോട്ട് ഒഴിക്കുക. വാഴയ്ക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി വീണ്ടും കുറയ്ക്കുക. 1 ലിറ്ററിന് 6 ലിറ്റർ വെള്ളം. പച്ചക്കറിക്കും യൂസ് ചെയ്യാം. പച്ചക്കറിക്ക് 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം. പിന്നെ ഇതേ സംഭവം തന്നെ നമ്മൾ സ്പ്രെയർ ഉപയോഗിച്ച് പച്ചക്കറിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു കീടനാശിനിയായിട്ട് അതുപോലും വർക്ക് ചെയ്യും. നല്ല റിസൾട്ടാണ്. മറ്റ് ഏത് ജൈവവളങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ജൈവവളം യൂസ് ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കാട്ടമാണ്. പിന്നെ ചാരം കിട്ടുന്ന അത്രയും ഞാൻ എടുക്കും. പിന്നെ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ DNC 500 എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഗുജറാത്ത് ബേസ്ഡ് ഒരു കമ്പനി ഉണ്ടാക്കിയതാണ്, ഇസ്രായേലി ടെക്നോളജി വെച്ച് അത് യൂസ് ചെയ്യുന്നുണ്ട്.
മണ്ണിര കമ്പോസ്റ്റ്. അതിനുവേണ്ടിയും പിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? അതുണ്ട്, അത് വലിയൊരു പിറ്റുണ്ട്. അപ്പോൾ അത് നമ്മുടെ തോട്ടത്തിലെ വേസ്റ്റ് എല്ലാം അത് കമ്പോസ്റ്റ് ആക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉണക്കച്ചാണകം. അപ്പോൾ ഈ തെങ്ങൊഴിച്ച് വലിയ തോതിൽ തന്നെ നിങ്ങൾ ഈ കിഴങ്ങുവർഗ വിളകളും എടുക്കുന്നുണ്ട്? അതെ അതെ. എന്തൊക്കെയുണ്ട്? കപ്പയും ചേനയും ചേമ്പും എല്ലാം ഉണ്ടോ? കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്. ചേമ്പ് ഈ പ്രാവശ്യം ഇച്ചിരി കുറവാണ്. കാച്ചിലുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്. ഇപ്പം മഞ്ഞൾ എണ്ണ ഇടാൻ പോകുന്നു. ഇഞ്ചി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഒരു 3 ടണ്ണടുത്ത് ഇഞ്ചി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് ഒരു 700 കിലോ അടുത്ത്. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി കർഷകർക്ക് ഈ ഇഞ്ചി ചീയലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നം നേരിട്ടിട്ടുണ്ടോ? എനിക്ക് ആ പ്രശ്നം ഉണ്ടായില്ല. ദൈവാനുഗ്രഹം എന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു സൈഡിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂഡോമോണാസ് നമ്മൾ നടുമ്പോൾ തന്നെ ഈ സൂഡോമോണാസ് പോലുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കപ്പയും ചേനയും ചേമ്പും ഇതിൻ്റെയൊക്കെ വിത്തൊക്കെ സ്വന്തം നമ്മൾ വെക്കുന്നതാണോ, അതോ നല്ല ഇംപ്രൂവ്ഡ് വെറൈറ്റീസൊക്കെ നമ്മുടെ CTCRI ഉണ്ട് അല്ലെങ്കിൽ KVK സാർ സൂചിപ്പിച്ച് അവിടെ നിന്നൊക്കെ കിട്ടുന്നതാണോ? കപ്പയുടെ തണ്ട് ഞാൻ പലയിടത്തുനിന്നും പോയി എടുക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പോയി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് രാമങ്കപ്പയുടെ തണ്ട് 5000 മൂടിൻ്റെ ഞാൻ കൊണ്ടുവന്നു നട്ടു. അതുപോലെ ഞാൻ തപ്പിപ്പോവും എവിടെയാണെങ്കിലും. അതുപോലെ തന്നെ ചേന ഇപ്പം ഞാൻ നട്ടു 400 മൂടി നട്ടിട്ടുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോകുന്ന CTCRIയിലേക്ക്. അവിടെ എന്താ അവൈലബിൾ നോക്കും. പിന്നെ നിങ്ങളുടെ ആ ഭാഗത്ത് ഈ പന്നിശല്യവും ഭയങ്കരമായിട്ടുണ്ട്, വളരെ രൂക്ഷം. അപ്പോൾ അതെങ്ങനെയാണ് അതിജീവിച്ച് ഇത്രയും വലിയ തോതിൽ നമ്മുടെ ഈ കിഴങ്ങുവർഗ വിളകൾ എടുക്കുന്നത്? ഇതിനകത്ത് പല മാർഗങ്ങളുണ്ട്. ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഫിനൈൽ വെച്ചിട്ട് കിഴി കെട്ടുക എന്നുള്ളത്. പക്ഷെ ഫിനൈലിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 5-ാം ദിവസം അല്ലെങ്കിൽ 6-ാം ദിവസം നമ്മൾ വീണ്ടും ഇതിനെ ഫിനൈൽ വെച്ച് ഒഴിച്ച് റീഫിൽ ചെയ്ത് വിടുന്ന ഒരു സംവിധാനം വേണം. പിന്നെ ചിലർ യൂസ് ചെയ്യുന്ന ചെയിൻ ലിങ്ക് ഉണ്ട്. ഞാൻ ചെയിൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എഫക്റ്റീവാണ്. അതല്ലാതെ കോട്ടയത്ത് ഒരു കമ്പനി ഉണ്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ബോറവേ എന്ന് പറഞ്ഞാൽ. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 5 അടി അകലത്തിൽ 20 കിഴി എന്ന് അവർ പറയുന്നത് 50 ഗ്രാമിൻ്റെ ഒരെണ്ണം. ഞാൻ അത്ര ഇടാറില്ല, എന്നാൽ പോലും എനിക്ക് അവർ 3 മാസം എന്ന് പറഞ്ഞാലും എനിക്ക് കൺഫേംഡ് ആയിട്ട് 2.5 മാസത്തിൽ മേളിൽ പന്നി വരാതെ ഇരുന്നിട്ടുണ്ട്. 2.5 മാസം പന്നി വരാതെ ഞാൻ അത്രയും കാശ് മുടക്കിയാലും എനിക്ക് നഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ 5 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 ദിവസം കൂടുമ്പോൾ ഞാൻ ഒരു പണിക്കാരന് വെച്ച് ഫിനൈൽ വെച്ച് ഒഴിക്കുമ്പോൾ എനിക്കതാ ഇച്ചിരി കൂടെ ലോസ്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ പന്നികളെ അകത്തി നിർത്തുന്നത്. അതെ, ഇതിന് പുറമെ ഓരോ ലാൻഡ്സ്കേപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഞാൻ ഈ മീൻവല ഞാൻ മേടിച്ച അടുത്തുവായതാണ്. തിരുവനന്തപുരം ഭാഗം നോക്കുമോ അല്ലെങ്കിൽ എറണാകുളം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഹാർബേഴ്സ് ഉണ്ട്, അതിൻ്റെ അടുത്ത് മീൻവല വിൽക്കുന്നവരുണ്ട്. ഈ മീൻവല നമ്മൾ ഒരു 4 അടി 5 അടി ഹൈറ്റിൽ കെട്ടിയിട്ട് പന്നി വരുന്ന സൈഡിലോട്ട് അത് ഇച്ചിരിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും വരത്തില്ല. വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവനത് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവനത് പേടിയാണ്, ഈ കാട്ടുപന്നിക്ക് അത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ആ വഴിക്കോട്ട് വരത്തില്ല. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് അനുസരിച്ച് നമ്മളത് പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പല രീതിയിലും ഈ പന്നിയെ ഇത് ചെയ്യാം. ഇപ്പോൾ സാർ, ഈ കിഴങ്ങുവർഗ വിളകൾ ഒഴിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഇപ്പം ഉണ്ടോ മനസ്സിൽ? ഇപ്പം എൻ്റെ റബ്ബർ കളഞ്ഞെടുത്ത് എനിക്ക് പറങ്കി ചെയ്താൽ കൊള്ളാമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതിനായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കവുങ്ങിൻ്റെ ഇടയിൽ അതൊന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്ക്, അതായത് ഇപ്പം ഇട്ടിരിക്കുന്ന 400 കവുങ്ങെന്ന് പുറമേ ഞാൻ പറഞ്ഞ അടുത്ത കമുകുണ്ട് സോറി ഈ കമുകിൻ്റെ ഇടയിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2-3 ഗുണങ്ങളുണ്ട്. അധികം വെയിൽ വേണ്ട ഈ കാപ്പിക്ക്. 2, പറമ്പിച്ചൂടെ വൃത്തിയായിട്ടിരിക്കും, കാട് കയറില്ല. അപ്പം പറമ്പ് വൃത്തിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിനെ ഇച്ചിരൂടെ പരിപാലിക്കാൻ സൗകര്യമാണ്. നമുക്ക് കറക്റ്റായിട്ട് വളങ്ങൾ ചെയ്യാനും അങ്ങനത്തെ ഉള്ള ഇത്. പിന്നെ അതിൻ്റെ റിട്ടേൺസും അതുപോലുണ്ട്. അതുപോലെ തന്നെ കമുകിൽ തന്നെ നല്ല ഇനം കുരുമുളക് കയറ്റി വിടണം. അപ്പോൾ ഓവറോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കും അതിൻ്റെ പ്രയോജനം കൊടുക്കത്തക്ക വിധത്തിലുള്ളൊരു സംവിധാനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് നല്ല റിട്ടേൺസ് വേണം, എൻ്റെ കൂടെ നിന്ന് പണിയുന്ന ആൾക്കും. സാധാരണ നമ്മൾ ദിവസക്കൂലി കൊടുക്കുന്നു എന്നുള്ളതിന് പുറമേ അവർക്കും ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റായിട്ട് ഒരു ബോണസ് സ്കീം പോലെ എന്തെങ്കിലും ഒന്ന് കരുതണമെന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്താലേ, സമ്മിശ്ര കൃഷി ചെയ്താലേ നമുക്ക് ഇപ്പോൾ ഒരിടത്തൊരു ഈ വർഷം ക്ഷീണമാണെങ്കിൽ വേറൊരു ഐറ്റത്തിൽ നിന്ന് നമുക്കത് പ്രയോജനം ചെയ്യും.
അതുമല്ല നമ്മുടെ റിസോഴ്സസ് നമുക്ക് നല്ലപോലെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. സാർ KVKയും അതേമാതിരിയുള്ള കൃഷി ഭവനുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പം ഇതിൽ നിന്ന് നല്ലൊരു നമുക്ക് പുതിയ സയന്റിഫിക് നോളേജ് അല്ലെങ്കിൽ പുതിയ ഗവേഷണങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്നതല്ലേ അത്? തീർച്ചയായിട്ടും. ഇവരെല്ലാവരും നമുക്ക് നോളജ് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളുമാണ്, അപ്ലൈ ചെയ്യാനും പറ്റും. ഇപ്പം കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമുക്ക് കൃഷി രീതികളും മാറണം, മാറ്റിയേ പറ്റത്തുള്ളൂ. കാരണം ഞാനൊരു നല്ലൊരു ഉദാഹരണം പറയാം സാറേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ സൈഡിൽ പണ്ട് മധുരക്കിഴങ്ങ് നടാറില്ലായിരുന്നു, അല്ലെങ്കിൽ തീരെ കുറവായിരുന്നു. ഇപ്പോൾ വന്ന പതുക്കെ ആളുകൾ നട്ടു തുടങ്ങി. കാരണം വെച്ചാൽ അത് കാലാവസ്ഥയിൽ വന്ന മാറ്റം കൂടെയാണ്, പിന്നെ അറിയത്തുമില്ലായിരുന്നു. ഈ അറിവ് കൃഷി വകുപ്പ് വഴിയാണ് ഒന്ന് വന്നത്. നമ്മൾ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പോൾ നമുക്ക് എത്ര നോളജ് കിട്ടുന്നു, എത്ര നല്ലപോലെ നമ്മൾ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഇങ്ങോട്ട് എടുക്കുന്നു, അതൊക്കെ നമുക്ക് എന്തായാലും ഉപയോഗപ്പെടും. അതന്നെ, തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യുകയും വേണം. സാർ മുമ്പേ പറഞ്ഞ കപ്പയുടെ കാര്യം ചോദിച്ചു. പന്നി മാത്രമല്ല, എലിയുടെ ശല്യമുണ്ട്. ഈ എലിയുടെ ശല്യത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ എലി വിഷമൊന്നും ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, വലിയ മെനക്കേടില്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ മുറിവ് കെട്ടുന്ന പഞ്ഞി, ഈ പഞ്ഞി ഞാൻ ശർക്കര വെള്ളത്തിൽ മുക്കി, പല സൈസായിരിക്കും, അത് ഉണ്ടകളാക്കി മുക്കി ഈ കപ്പ തോട്ടത്തിനകത്ത് പല സൈഡിലോട്ട് വെക്കും. അപ്പം ഞാനിന്ന് ഏകദേശം 8000 മൂടി മേളി കപ്പ നട്ടിട്ടുണ്ട്, 2-3 അപ്പോൾ ഈ ഓരോന്നിൻ്റെ ചോട്ടി ചെന്നിട്ട് ഇതുണ്ടോ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പം ഞാനിത് നട്ടു, പഞ്ഞി ശർക്കര വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അവിടെ പലയിടത്തായിട്ട് വിട്ടിട്ടുണ്ട്. ഈ എലി, പന്നിയെലി ആയാലും ചുണ്ടലി ആയാലും ആദ്യം ഇതിൻ്റെ മണം കൊണ്ട് ഇത് വന്ന് കഴിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ വയറ് പെട്ടെന്ന് നിറഞ്ഞായിട്ട് തോന്നും, നേരെ ഇവൻ്റെ മാളത്തിൽ കയറുമ്പോഴാണ് ഇവന് പതുക്കെ വയറുവേദന തുടങ്ങുന്നത്. അപ്പോൾ എലിയുടെ പൊതുവേ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് വേദന എടുത്തു കഴിഞ്ഞാൽ കാണുന്ന എല്ലാത്തിനെയും കടിക്കും. അപ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനെ വരെ കടിച്ചു കൊല്ലും. ഏറ്റവും അവസാനം ഇതിൻ്റെ വയറ് പൊട്ടിച്ചാവും. സോ അത് കംപ്ലീറ്റ്ലി ആ ഒരു റാറ്റ് ഫാമിലി ആ ഒരു മാളത്തിനകത്തുള്ളത് മുഴുവൻ പോകും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോളജ് അക്വയർ ചെയ്യുക മാത്രമല്ല, നമ്മളത് ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം ഒരു കർഷകൻ എന്ന നിലയിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് പലരും എനിക്ക് തന്നിരിക്കുന്ന നോളജാണ്, ഞാൻ അതുപോലെ ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഷെയർ ചെയ്താലേ മനുഷ്യരാശിക്ക് അത് പ്രയോജനപ്പെടുള്ളൂ. താങ്കളുടെ അടുത്ത് ഇത്രയും കാര്യം നമ്മൾ ചർച്ച ചെയ്ത് രസകരമായിരുന്നു. താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഉപയോഗമാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു സർ.